വേദന വേദന ലഹരി പിടിക്കും വേദന, ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരകം മുഴുകട്ടെ. വേദനയെപ്പോലും വിലാപമാക്കിയ കവി ചങ്ങമ്പുഴയുടെ വരികളാണിത്. ഇനി കേൾക്കുവാൻ പോകുന്നതും ഒരു വേദനയുടെ കഥയാണ്. ഏറെയൊന്നും അറിയപ്പെടാത്ത ഒരു പാട്ടുകാരൻ്റെ ജീവിത വിലാപം. അനുരഞ്ജനത്തിനായി അണയുന്നു ഞാൻ നാഥ, അൽത്താരമുന്നിലായി അനുതാപിയായി ഇന്ന് ബലിയണയ്ക്കാം. അനുരഞ്ജനത്തിനായി അണയുന്നു ഞാൻ നാഥ, അൽത്താരമുന്നിലായി അനുതാപിയായി ഇന്ന് ബലിയണയ്ക്കാം. എങ്കിലും നാഥ ബലിയായി നൽകുവാൻ ഹൃദയത്തിൽ നിറയും കഥനങ്ങളും. എങ്കിലും നാഥ ബലിയായി നൽകുവാൻ ഹൃദയത്തിൽ നിറയും കഥനങ്ങളും. മിഴി ചുടുനീർക്കണങ്ങളും തിരുമുൻപിലർപ്പിക്കാം. കനിവോടെ കൈക്കൊള്ളു യേശുനാഥ. ചുടുനീർക്കണങ്ങളും തിരുമുൻപിലർപ്പിക്കാം. കനിവോടെ കൈക്കൊള്ളു യേശുനാഥ. കരഞ്ഞുറങ്ങുന്ന കടലിൻ്റെ തീരത്ത് വച്ചാണ് ജോർജ് എന്ന ഈ മനുഷ്യനെ കണ്ടുമുട്ടുന്നത്. ജീവിതത്തിൽ ഏറിയ കൂറും പരാജയം ശീലിച്ച ഇയാളുടെ കണ്ണുനീരുകൂടി വീണിട്ടാവാം കടലിന് ഇത്രയും ഉപ്പുരസമേറിയത്. തീരദേശവാസിയാണ് ജോർജ്. കടലിൻ്റെ കോളും വറുതിയും വിശപ്പിനെ നിയന്ത്രിച്ചിരുന്ന ബാല്യകാലം. ഇതിനിടയിലും ഞായറാഴ്ചകളിൽ പള്ളിമണിയുടെ താളം മുഴങ്ങും മുൻപേ ദേവാലയത്തിൽ തൻ്റെ ഇരിപ്പിടം കണ്ടെത്തിയിരിക്കും ആ കുട്ടി, തീർത്തും സ്വകാര്യമായ ഇഷ്ടവും മനസ്സിലൊളിപ്പിച്ച്. പഴയ കുട്ടിക്കാലത്ത് എൻ്റെ പള്ളിയുമായുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗാനങ്ങളുമായി പാട്ടുകളുമായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ബാല്യകാലം മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ടുകൾ. ഞാൻ പള്ളിയിൽ പോകുമ്പോഴും മെയിനായിട്ട് ഇരിക്കുന്നത് ഈ കൊയറുകാർ വന്നിരിക്കുന്ന പരിസരങ്ങളിൽ പോയിരിക്കാറുണ്ട്. ഇരുന്നിട്ട് ഞാൻ മാസ് ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കുന്ന അവരെയാണ്. എൻ്റെ ബാല്യകാലത്ത് നല്ല പാട്ടുകാർ എൻ്റെ പള്ളിയിലുണ്ടായിരുന്നു. നല്ല ചേച്ചിമാർ, നല്ല ചേട്ടന്മാരൊക്കെ നന്നായി പാടുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ പാട്ടിലോട്ടാണ് എനിക്ക് ഭയങ്കര ആകർഷണം, ഇഷ്ടം. അപ്പോൾ ഞാൻ എൻ്റെ കുരിശിലേക്ക്, കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കും, പാട്ടുകാരിലേക്ക് നോക്കും, ആ മൈക്ക് വയർ അവരുടെ സജ്ജീകരണത്തിലേക്ക് നോക്കുക. അവർ കാണാതെ അവരുടെ കണ്ണു വെട്ടിച്ച് വയറ് ആ കേബിളിലേക്ക് തൊടുക, മൈക്കിൽ തൊടാൻ ശ്രമിക്കുക. എനിക്ക് ഇതേപോലെ പാടാൻ പറ്റുമോ എന്നൊക്കെയുള്ള ബാല്യകാലങ്ങളിൽ അന്വേഷിച്ചിട്ട് ഭയങ്കര ആഗ്രഹമാണ്. ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം. പിന്നെ അങ്ങനെ എൻ്റെ ആഗ്രഹം ഞാനും എൻ്റെ കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കി മൗന, ആരും അറിയാത്ത ഒരു രഹസ്യ ആഗ്രഹം. പിന്നെ ആരോടും പറയാൻ പറ്റത്തുമില്ല. അത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടുമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വീട്ടിൽ പറഞ്ഞാൽ അംഗീകരിക്കത്തുമില്ല. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ. പഠിക്കുമ്പോൾ ഞാൻ പാട്ടുകളിലേക്ക്
ഞാൻ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാട്ടുകളും ഡ്രില്ലൊക്കെ വയ്ക്കും. അപ്പോൾ പാട്ട് എന്നെ കൊണ്ട് ടീച്ചർമാർ പാടിക്കും. അപ്പം ഫുള്ളായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ അര ഭാഗം മുക്കാൽ ഭാഗമൊക്കെ ആയിട്ട് ഞാൻ പാടുമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴെനിക്ക് സമ്മാനം തരുന്നത് ഈ കൊച്ചു കൊച്ചു പ്ലാസ്റ്റിക് പാത്രങ്ങളും സ്റ്റീൽ പ്ലേറ്റുകളും സോപ്പ് വെട്ടിയൊക്കെയാണ്. പാട്ടുകൾ കേൾക്കുന്ന ഞാൻ കടൽപ്പുറ തീരങ്ങളിൽ ഇങ്ങനെ കല്യാണ വീടുകളിൽ നിന്ന് ഓണിൽ തെങ്ങിൽ മരത്തിലൊക്കെ ഓൺ കെട്ടുമായിരുന്നു. അവിടെ നിന്ന് ദൂരങ്ങളിലേക്ക് ഒഴുകി വരുന്ന കാറ്റത്ത് ഒഴുകി വരുന്ന പാട്ടുകൾക്ക് ഞാൻ കാതോർക്കും, അത് ശ്രദ്ധിക്കും. എൻ്റെ വീട്ടിൽ പാട്ട് കേൾക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വലിയ ദരിദ്ര കുടുംബമാണ് എൻ്റേത്. അപ്പോൾ ഏതുകൊണ്ട് നോക്കിയാലും ആഹാരത്തിലായാലും ഞാൻ പാട്ട് കേൾക്കുന്ന സജ്ജീകരണത്തിലായാലും വസ്ത്രങ്ങളിലായാലും എൻ്റെ വളരെ ശോചനീയാവസ്ഥയാണ് എൻ്റെ ജീവിത സാഹചര്യം. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് പാട്ട് കേൾക്കുന്നിടത്തോട്ട് ഞാൻ എൻ്റെ കാത് കൊടുത്ത് ശ്രദ്ധിക്കുമായിരുന്നു. 1986 ആൽത്തർമൂട് ബ്രിട്ടീഷ് ക്ലബ്ബിൽ ഒരു മത്സരം വെച്ചിരുന്നു, പാട്ട് മത്സരം. അത് ചലച്ചിത്ര ഗാനമായിരുന്നു. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരനുമായിട്ട് അതുവഴി നടന്നു പോയപ്പോഴേ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നീ ഒരു പാട്ട് പാടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഭയങ്കര നിർബന്ധം കാണിച്ചു, എന്നെ പാടാനായിട്ട് അങ്ങോട്ട് വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, ഞാനൊന്നും പാട്ട് പഠിച്ചില്ല, പ്രിപ്പയർഡ് അല്ല അന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അത് 86 തള്ളി പറഞ്ഞു വിട്ടപ്പോഴേ അവിടെ ജഡ്ജസ് പറഞ്ഞു, കമ്മിറ്റിക്കാർ പറഞ്ഞു പേരെല്ലാം കൊടുത്തു കഴിഞ്ഞു പാടാനുള്ള പിള്ളേരുടെ, ഇനി പറ്റത്തില്ല. പിന്നെ ജഡ്ജസിനോട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ജഡ്ജസ് 5 പേരുണ്ടായിരുന്നു മാർക്കിടാൻ. അവരുടെ അടുത്തെല്ലാം ഫയൽ ചെന്നിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാർ എൻ്റെ ഒരു പേരൂടെ ചേർക്കുമോ എന്ന് ചോദിച്ചു ചലച്ചിത്ര ഗാനത്തിൽ. അപ്പം നോക്കുന്ന അവർ പരസ്പരം സംസാരിച്ചിട്ട് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പേരൂടെ ചേർത്ത് എൻ്റെ. അപ്പോൾ അങ്ങനെ അതുവരെ എനിക്ക് പാട്ട് തീരുമാനമല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ നിർബന്ധത്തിൽ കയറിയതാണ്. അപ്പം സ്റ്റേജിൻ്റെ പുറകിൽ എല്ലാവരും ചെന്ന് നിന്ന് പാടാനുള്ളവർ. അപ്പോൾ ചില ചേച്ചിമാർ സംഗീതം പഠിച്ചവരും പഠിക്കാത്തവരും വലിയ എന്നേക്കായി സീനിയർ ടീമൊക്കെ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ പേര് വിളിച്ചു, അവസാനമായിരുന്നു. ഞാൻ ചെന്നു ഒരു പാട്ട് തുടങ്ങി. പടി കയറുന്ന സമയത്ത് എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്കൊരു പാട്ട് ഓർമ്മ വേണം എന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഓഡിയൻസ്. അഥവാ എനിക്ക് പാട്ട് കിട്ടിയില്ല, ഓർമ്മ വന്നില്ല, എനിക്ക് നാണക്കേടാകേണ്ടി വന്നാൽ എനിക്ക് അവിടേക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പടി കയറി തൊട്ട് തൊഴുതിട്ട് ഞാൻ കയറാൻ നേരത്തെ എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു. 86 നക്ഷത്രങ്ങൾ സിനിമ ഈ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ, വിനീതും മോനിഷായും ആദ്യമായിട്ട് അഭിനയിച്ച പടമായിരുന്നു. നല്ല പാട്ട് ആയിരുന്നു. അതെനിക്ക് ഓർമ്മ വന്നു. അത് ശരി സ്ട്രെയിനുള്ള പാട്ടാണ്, എങ്കിലും അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാനത് മൈക്കിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പാടി, പല്ലവി പാടി. നന്നായി എനിക്ക് ആത്മവിശ്വാസത്തോടെ കിട്ടി. അനുപല്ലവിയിലെത്തി, ചരണം എത്തി പാട്ടിൻ്റെ മൂന്നാം ഭാഗം എത്തി തുടങ്ങിയപ്പോൾ തന്നെ ഓഡിയൻസിൽ നിന്നും കയ്യടി ആരവം മുഴങ്ങി. എനിക്ക് നല്ല കയ്യടിയോടുകൂടി. അപ്പം ഞാൻ തന്നെ അതിശയിച്ചു, എനിക്ക് വേണ്ടിയാണോ കയ്യടിക്കുന്നത് എന്ന് ഞാൻ തോന്നിപ്പോയി. പക്ഷേ ശരിയായിട്ട് എനിക്ക് തന്നെയാണ് അവർ കൈയടിച്ചത്. ചരണം മുതൽ അവർ കൈയടിക്കാൻ തുടങ്ങി. വളരെയധികം സന്തോഷത്തോടെ എനർജിയായിട്ട് ഞാൻ പാടി മുഴുവേപ്പിച്ചു. അതിൻ്റെ റിസൾട്ട് ആർക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരൻ കാത്തിരുന്നു വെളിയിൽ തന്നെ, പാട്ടെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊരു വലിയ സ്റ്റേജും വലിയൊരു ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ ആ റിസൾട്ട് കാത്തിരുന്നപ്പം മൈക്കിലൂടെ എൻ്റെ പേര് ചലച്ചിത്ര ഗാനത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് തങ്കശ്ശേരി ജോർജാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് സ്വപ്നമാണോ എന്താണെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഞാൻ തന്നെയാണോ അത് എനിക്ക് സമ്മാനം? അപ്പോൾ മൈക്കിലൂടെ എൻ്റെ പേര് വിളിച്ച് പറയുന്നു. എനിക്ക് ഒരു വല്ലാതെ തോന്നി. അപ്പം എനിക്ക് തന്നെ സന്തോഷമായി. എല്ലാവരും വന്ന് എന്നെ നോക്കുകയും എനിക്ക് ഷേക്കാൻ തരികയൊക്കെ ചെയ്തു. ഇയാൾ ജയിച്ചല്ലോടെ. പിന്നെ മത്സരിച്ചവരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇയാൾ എടുത്തുകൊണ്ട് ഫസ്റ്റ് ഇയാളായി അല്ലേ, ഞങ്ങളൊക്കെ നല്ല ശ്രമിച്ചതാ എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടില്ല. ശരിയാ. അത് കഴിഞ്ഞിട്ട് സമ്മാനം കൊടുക്കാൻ നേരം ഒരു ന്യൂ ഗ്രാൻഡ് സ്റ്റുഡിയോ സംഭാവന ചെയ്ത ട്രോഫി എനിക്ക് അന്ന് കിട്ടി. ഒരു സ്റ്റീലിൻ്റെ വലിയൊരു ട്രോഫി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൈ കൊണ്ട് എൻ്റെ ശബ്ദത്തിൻ്റെ പ്രതിഫലമായി വാങ്ങിക്കുന്ന
ട്രോഫി 86-ലാണ് വലിയ പ്രൊഫഷണൽ സ്റ്റേജിൽ കയറി വാങ്ങിക്കുന്നത്. വയ്ക്കാൻ എൻ്റെ വീട്ടിൽ ഇടമില്ല. എൻ്റെ വീട് ചെറ്റ വീടാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു പലാത്തുണ്ടൊരു കയറ് കഷ്ണത്തിലെടുത്ത് കെട്ടിയിട്ട് ട്രോഫി എടുത്ത് വെച്ചിട്ട് ഡെയിലി ഒരു പള്ളിയിൽ പോയി രൂപത്തെ നോക്കുന്നത് പോലെ അതിൻ്റെ മുമ്പിൽ പോയി എപ്പോഴും ഞാൻ നിന്ന് നോക്കാറുണ്ട് ഈ ട്രോഫി. പക്ഷേ ആ പലകയിൽ ഇനിയും സ്പേസ് ഉണ്ട്. പക്ഷേ എനിക്കൊരു ട്രോഫി പോരാ. അപ്പോൾ എനിക്ക് ഇനിയും വാങ്ങിക്കണം. പിന്നെ ഞാൻ മത്സരങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. ജീവിത പ്രാരാബ്ദങ്ങൾ നികത്തുവാൻ മരപ്പണി പഠിച്ചു. വിവാഹ ജീവിതം 2 ഓമന കുഞ്ഞുങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു. തൻ്റെ കുടുംബവും പാട്ടുപോലെ ഇമ്പമുള്ളതാക്കുവാൻ അയാൾ കൊതിച്ചു. ഞാൻ വിഴിഞ്ഞത്ത് ജോലി 89-ൽ വിഴിഞ്ഞം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കല്യാണാലോചന വന്നു. എനിക്കൊരു മോൻ ജനിച്ചു. അതിനുശേഷം 90-ൽ എനിക്കൊരു മോൻ ജനിച്ചു. 92-ൽ എനിക്കൊരു മോളെ കിട്ടി. പിന്നെ 2 മക്കളെ കിട്ടിയപ്പോൾ എനിക്ക് അതാണ് സ്വർഗം. എനിക്ക് മക്കളെ കഴിഞ്ഞ് കൂടാതെ എനിക്കൊന്നുമില്ല. ദൈവത്തേക്കായി ഉപരിയായി ദൈവത്തിനപ്പുറത്ത് ഞാൻ സ്നേഹിച്ചത് എൻ്റെ മോളെയാണ്, എൻ്റെ മോനെ. അതിനപ്പുറത്തോട്ട് ഈ പ്രപഞ്ചത്തിലൊരു മനുഷ്യന് കിട്ടാവുന്നതിൽ ഞാൻ വിചാരിച്ച ഏറ്റവും വലിയ സംഭവം എൻ്റെ മക്കൾ തന്നെയാണ്. ഇതിൽ ഞാൻ ഒരു അഭിനിവേശം എന്തോന്നറിയാതെ ഒരു ഭ്രമം കൊണ്ട് ഒരു ഭ്രാന്ത് പിടിച്ച് മക്കളെ സ്നേഹിച്ചു. മക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നിമിഷം കാണാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാം എപ്പോഴും ചെല്ലാം. മക്കൾക്ക് വേണ്ടി മാത്രമെല്ലാം ചെയ്ത് കൊടുക്കുക. ആഹാരത്തിലായാലും വസ്ത്രത്തിലായാലും എല്ലാ കാര്യത്തിലും മക്കളോടെല്ലാം ഭയങ്കര ആർത്തിമൂത്ത സ്നേഹം. അങ്ങനെ ജീവിച്ചു വളർന്നപ്പോൾ എൻ്റെ മോള് എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിൽ പോലും വിടാൻ എനിക്ക് മടിയാണ് എൻ്റെ മക്കളെ. ഞാൻ എപ്പോഴും എനിക്ക് മക്കൾ അതേപോലെ തന്നെ എൻ്റെ കൂടെ ഇരിക്കത്തുള്ളൂ, എൻ്റെ കൂടെ കിടക്കത്തുള്ളൂ, ഞാൻ കൊടുത്താലേ തിന്നത്തുള്ളൂ, സ്കൂളിൽ ഞാൻ കൊണ്ടുപോകാണ്, എത്ര തിരക്കായാലും എല്ലാം എൻ്റെ മോളും ഞാനും മക്കളും മോനുമായിട്ടാണ്. ലാസ്റ്റ് എല്ലാവർക്കും കൗതുകം തോന്നുന്ന തരത്തിൽ, എല്ലാവർക്കും അതിശയം തോന്നുന്ന തരത്തിൽ ഞാൻ എൻ്റെ മക്കളെ വളർത്താൻ തുടങ്ങി. അപ്പോൾ ഇരിക്കുമ്പോൾ എൻ്റെ മോള് വളർന്നു. 12 വയസ്സ് ആയപ്പോഴും പ്രായമായി. അപ്പോൾ എൻ്റെ മോൾക്കൊരു ചെറിയൊരു പ്രയാസം അതിനെ സംബന്ധിച്ചുണ്ടായി. ബ്ലീഡിങ് ഓവറായിരുന്നു മാസത്തിൽ വരുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലിനിക്കിൽ കാണിച്ചപ്പം മരുന്ന് തന്നു. പിന്നീട് അത് കുറവില്ലാതെ ഞാൻ കൊല്ലം ഡിസ്ട്രിക്ട് ആശുപത്രി കാണിച്ചു. അവിടെ ഒരാഴ്ച കിടത്തി. ഗൈനിക്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ഒരു യൂട്രസിൻ്റെ ഔട്ട് സൈഡിൽ ഒരു ചെറിയൊരു കുരുപ്പ് പോലെ ഉണ്ട്. അത് SIT മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന്. അവിടെ ഞാൻ കൊണ്ടുപോയപ്പോൾ 2006 എൻ്റെ മോൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പം 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് ഡിസ്ചാർജ് ചെയ്തിട്ട് പറഞ്ഞു ഇനി ഒരു റിസൾട്ട് വരുമ്പോൾ വിളിച്ചാൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ 2006 ഞങ്ങൾ പോട്ടെ ധ്യാനത്തിന് പോയി 5 ദിവസം. പോട്ടയിൽ ആ ഗ്രൗണ്ടിൽ എനിക്ക് നാണം പോലും ഇല്ലാതെ, എനിക്ക് മടി തോന്നാതെ എൻ്റെ മോളെ വീൽ ചെയറിലിരുത്തി ആ ഗ്രൗണ്ട് മൊത്തം പാടി നടക്കുകയായിരുന്നു. എൻ്റെ മോൾക്ക് പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ നാണമില്ലാതെ ഞാൻ എൻ്റെ മോളുമായിട്ട് പാടുകയും ഗ്രോട്ടോയുടെ അവിടെ പോയി പാടുകയും ഒക്കെ ഞാൻ അങ്ങനെ നടന്നു. ധ്യാനം കഴിഞ്ഞ് എൻ്റെ മോളുമായിട്ട് തിരിച്ചു വന്നപ്പോൾ അപ്പം അവിടുത്തെ വലിയ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു. അവിടെ പഠിക്കുന്ന ഒരു ഡോക്ടർ സന്ധ്യയായപ്പോൾ എൻ്റെ മോൾക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ചെയ്തു. അതിനുശേഷം എൻ്റെ മോള് ഉണർന്നില്ല. പിറ്റേന്ന് രാത്രി 10:30 മണിക്ക് എൻ്റെ മോൾ എന്നെ വിട്ടുപോയി. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. പാടുന്ന പൂങ്കുയിലിനോട് പോലും അവൻ്റെ പാട്ട് ഒന്ന് ശ്രുതി താഴ്ത്തി പാടാൻ എൻ്റെ കുഞ്ഞുറങ്ങുന്നു എന്ന് കുയിലിനോട് പറയുന്നൊരച്ഛൻ. അതുപോലെ തന്നെ നിലാവുദിച്ച് വെളിച്ചം കൂടി നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എങ്കിൽ നിൻ്റെ വെളിച്ചം കൂടി നിൽക്കുന്നത് കൊണ്ട് സ്വപ്നങ്ങൾ കണ്ണിൽ കെടുത്തുന്നു എന്ന്. എൻ്റെ ഹൃദയം തുടിക്കുമ്പോൾ എൻ്റെ ഹൃദയ തുടിപ്പ് കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഉറക്കം കെട്ടുപോകും, അസ്വസ്ഥതപ്പെടും. നീ എൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് എൻ്റെ ഹൃദയത്തോട് വിലക്കുന്ന ഒരു പാട്ടുണ്ട്. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി
ഉണർത്തരുതേ. എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനെ തിരിതാഴ്ത്തു ശാരദ നിലാവേ, എൻ കണ്ണിലെ കിനാക്കളെ കെടുത്തരുതേ. കണ്ണിലെ കിനാക്കളെ കെടുത്തരുതേ. ഞാൻ എൻ്റെ ജീവിതം മടുത്ത സമയങ്ങളാണ്. ഞാൻ എന്നെ തന്നെ മടുത്ത സമയത്ത് പിന്നെ എനിക്കൊരു മോനുണ്ടല്ലോ, എനിക്ക് വൈഫും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ മോനൊരു കൊച്ചുമുറിയുണ്ട്. അയാൾ ഈ പെങ്ങൾ മരിച്ചതിന് ശേഷം അയാൾ വലിയ ഡൗൺ ആയിരുന്നു. അയാൾ ചിരിക്കത്തില്ല, അയാൾ സംസാരിക്കത്തില്ല, ഒറ്റപ്പെടുക. കൂട്ട് അയാളുടെ പെങ്ങളുമായിട്ടായിരുന്നു, എൻ്റെ മോളുമായിട്ടായിരുന്നു കൂട്ട്. ആങ്ങളെയും പെങ്ങളും നല്ല സ്നേഹമാണ്. കഴിച്ചാലും ഇരുന്നാലും കിടന്നാലും ഒന്നിച്ചേ കിടക്കത്തുള്ളൂ, ഒന്നിച്ചേ ഇരിക്കത്തുള്ളൂ, ഒന്നിച്ചേ സ്കൂളിൽ പോകത്തുള്ളൂ. അങ്ങനെ ഈ ഭയങ്കര ജീവനായിട്ട് ആങ്ങളെയും പെങ്ങളും സ്നേഹമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പെങ്ങൾ മരിച്ചപ്പോൾ ഇയാൾ വളരെ ഡൗണായി. അത് സന്തോഷമില്ല, ചിരിയില്ല, ആഹാരം കുറവാണ്, എല്ലാം സങ്കടം. ലാസ്റ്റ് എൻ്റെ മോള് മരിച്ച് 2ാമത്തെ വർഷം എൻ്റെ വൈഫ് എന്നെ വിളിച്ച് ഫോൺ ചെയ്തു. അവൻ ഒരുപാട് നേരം കൊണ്ട് കിടക്കുകയാണ്, റൂമിൽ കയറിയിരുന്നിട്ട് തുറക്കുന്നില്ല. ഞാൻ വന്നപ്പോൾ തുറക്കുന്നില്ല. ഞാൻ വിളിച്ചു, സ്നേഹത്തോടെ വിളിച്ച്, അപ്പോൾ അത് തുറക്കുന്നില്ല. ഞാൻ കുത്തി തുറന്നപ്പോഴവൻ കട്ടിലിൽ കയറി നിന്നിട്ട് അവൻ്റെ ഫാനിൽ തന്നെ അവൻ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോഴത്തേക്ക് 2 മണിക്കൂറെങ്കിലും ഏകദേശം ആയി കാണുമെന്ന് തോന്നുന്നു. അവൻ സ്റ്റില്ലായി നിൽക്കുന്നു. അപ്പോൾ അത് ഞാൻ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു. എൻ്റെ മോൻ്റെ വേർപാടും പിന്നെ എൻ്റെ മോളുടെ വേർപാട്, ഇത് രണ്ടും കൂടിയായപ്പോൾ എൻ്റെ ജീവിതം ആകെ തകർന്നെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ശേഷിയില്ല ഇത്രയും താങ്ങാൻ. വിശേഷിച്ച് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. മക്കളാണ് എൻ്റെ എല്ലാം. അത് എൻ്റെതെന്ന് പറയുന്ന ഒരു സംഭവം ലോകത്തുനിന്ന് എന്നിൽ നിന്ന് പോയപ്പോഴെനിക്ക് പിന്നെ എനിക്ക് എല്ലാത്തിനോടും ഒറ്റപ്പെട്ടു പോയി. ഏറെ ആശ്വസിപ്പിച്ചിരുന്ന കടല് പോലും നിശബ്ദമായി. മനസ്സ് മുഴുവൻ ഇരുൾ പരന്ന്. അകലമിന്നുന്നതെല്ലാം മാഞ്ഞുപോകുന്ന കനവുകളാണെന്ന് അയാൾ അറിഞ്ഞു. ഇരുണ്ട നിശബ്ദതയുടെ നാളുകൾ. നല്ലവരായ നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ വീണ്ടും പള്ളിയിൽ പാട്ടുപാടുവാൻ തയ്യാറായി. ഒരു ദുഃഖവെള്ളി പ്രാർത്ഥനയുടെ ഭാഗമായി ക്രിസ്തുവിൻ്റെ പീഡാനുഭവം പാടുമ്പോഴാണ് തൻ്റെ വേദന സ്വാർത്ഥതയാണെന്ന് ജോർജ് തിരിച്ചറിഞ്ഞത്. സാമാന്യ മനുഷ്യന് അസാധ്യമായ ഈ തിരിച്ചറിവ് ഈ നിഷ്കളങ്ക മനുഷ്യൻ എങ്ങനെ ഉൾക്കൊണ്ടു എന്നറിയില്ല. അയാൾ തൻ്റെ വേദന ആ പാട്ടിലേക്ക് പകരുകയായിരുന്നു. അമ്മ കന്യാ മണിത്തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക്. ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാ ബുദ്ധിയും പോരാ. ഓരോ യാത്രയിലും അയാൾ തീരങ്ങളിലേക്കും
മറ്റ് വള്ളങ്ങളിലേക്കും ഉറ്റുനോക്കും. എത്ര മീട്ടിയാലും അറ്റുപോകാത്ത തന്ത്രികൾ ക്രിസ്തുസ്തുതി മാത്രമാണെന്ന് അയാൾക്കിന്നറിയാം. ഏതു കാറ്റിലും കാറിലും തകരാത്തത് ദൈവസ്നേഹം മാത്രമാണെന്ന് അയാൾക്കറിയാം. അത്ഭുതങ്ങളുടെ പ്രഭുവാണ് എൻ്റെ ദൈവം. ഒരു മനുഷ്യന് എൻ്റെ ആ കർത്താവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ പോലുള്ള ഒരാൾ പ്രപഞ്ചത്തിൽ കാണാൻ വഴിയില്ല. ദൈവവും ഞാനുമായിട്ട് അത്ര ഒരു രഹസ്യ ബന്ധമുണ്ട്. പ്രേമമെന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലാണ് എന്നതുപോലെ, ഹൃദയവുമായി ചേരുന്നതാണ് എന്നതുപോലെ ഞാനും എൻ്റെ കർത്താവുമായി പ്രേമമാണ്. രഹസ്യബന്ധം, ആരും അറിയാത്ത. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സഹനങ്ങൾ, എൻ്റെ കാൽവരിയെക്കുറിച്ച്, എൻ്റെ പെസഹ വിരുന്നിൽ അപ്പം പകർത്ത് നുറുക്കിക്കൊടുത്ത അതിൻ്റെ സ്നേഹം, വിലാപ്പുറത്തെ കുന്തം കൊണ്ട് കുത്തി ഇട്ട് തിരിച്ചു വലിച്ചപ്പോൾ അവിടുന്ന് ചോരയില്ലാത്തതുകൊണ്ട് വീണ്ടും വെള്ളം തെറിപ്പിച്ച് വീണിട്ട് അത് വേസ്റ്റാക്കാതെ, അത് പാഴാക്കി കളയാതെ, കുരുടൻ്റെ കണ്ണ് പോലും ആ തുള്ളി വെള്ളം കൊണ്ട് കർത്താവ് സുഖപ്പെടുത്തി. ഇനി ചോര ഇല്ല കർത്താവിൻ്റെ ശരീരത്തിൽ. പക്ഷേ ആ പെസഹായിലെ ആ വിരുന്നും ഈ സ്നേഹചുംബനവും പാദം കഴുകലും ഒക്കെ അതിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളാണ്. അപ്പോൾ അത്രത്തോളം എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. ഏതു വേദനയെയും പാടിയുറക്കുവാൻ ക്രിസ്തുവിനോളം പോന്ന സംഗീതമില്ല ഈ ഉലകിൽ. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമായി വല്ലഭ രക്ഷയേ. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമായി വല്ലഭ രക്ഷയേ. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ, ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ, എനിക്കായിട്ട് അല്ലയോ ക്രൂശതിൽ ജീവനെ തന്നത്. എന്നെ സ്വീകരിക്കയുന്നു, ആത്മദേഹിദേഹത്തെയും തരുന്നു നിൻ കൈകളിൽ, തീർക്ക നിൻ ഹിതം പോലെന്നെയും തരുന്നു നിൻ കൈകളിൽ, തീർക്ക നിൻ ഹിതം പോൽ എന്നെയും. ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഏറ്റവും സുന്ദരമായിരിക്കുമ്പോൾ ഇടറിപ്പോകുമായിരിക്കും. എങ്കിലും പദം മുറിഞ്ഞു പോകാതെ വീണ്ടും ശ്രുതി മീട്ടി പാടുവാൻ ശ്രമിക്കുന്നവനാണ് നല്ല പാട്ടുകാരൻ.